ഇസ്ലാമിനെ പറ്റിയല്ല ഈ പറയുന്നത്, ഇസ്ലാമിസത്തെ പറ്റിയാണ്. എന്താ കാരണം? ഇസ്ലാം ഒരു പ്രത്യയശാസ്ത്രമാണ്, അതൊരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ്. അതിനൊന്നും കൂട്ടിച്ചേർക്കാനും പരിഷ്കരിക്കാനും ഇല്ല. ഉദാഹരണം പറഞ്ഞാൽ ബഹുഭാര്യത്വം ഖുർആനിൽ ഉള്ളൊരു കാര്യമാണ്. 4 വരെ പെണ്ണുങ്ങളെ ഒരേ സമയത്ത് ഒരു പുരുഷന് കല്യാണം കഴിക്കാം. അത് 7-ാം നൂറ്റാണ്ടിൽ ഉള്ളൊരു കാര്യമാണ്. ഇന്നത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അതിനുള്ള വേറെ കാര്യമാണ്, ബാപ്പയുടെ സ്വത്തിൽ അനന്തരാവകാശം കിട്ടേണ്ട മകനും മകളും ഉണ്ടെങ്കിൽ മകന് കിട്ടുന്നതിൻ്റെ പകുതിയെ മകൾക്ക് കിട്ടും. അത് കൃത്യമായ വിവേചനമാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, അതിനെ ഖുർആനിലുണ്ടത് കണ്ടോ. അപ്പോൾ ഈ മതമൗലികവാദം എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ക് ടു ബുക്ക്, പുസ്തകത്തിലേക്ക് മടങ്ങിപ്പോവാന്ന്. നിങ്ങൾക്ക് അതിലൊന്നും പരിഷ്കരിക്കാൻ പറ്റില്ല. ഇവർ പറയുന്നത് ഇസ്ലാം എല്ലാം അന്ന് പൂർത്തിയായി. മുഹമ്മദ് നബി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് അവസാനത്തെ 23 കൊല്ലം കൊണ്ട് മതം നിറവടിയായി, ഇനി ഒന്നും തർക്കാനില്ല. അതിലില്ലാത്തൊരു സാധന തിരഞ്ഞെടുപ്പ്. അതിലെല്ലാം വോട്ട് ഉണ്ടോ? ഖുർആനിൽ വോട്ടുണ്ടോ? ഹദീസിൽ വോട്ടുണ്ടോ? ഹദീസ് എന്ന് പറഞ്ഞാൽ നബിവചനം. ഈ ഹിന്ദുത്വ രാഷ്ട്രക്കാരോട് പറയാനുള്ളത് തന്നെയാണ്. അവരുടെ പാരമ്പര്യത്തിൽ എവിടെ തിരഞ്ഞെടുപ്പ്? അവരിപ്പോൾ പറയാണ് എന്താ, ജനാധിപത്യത്തിൻ്റെ മാതൃഭൂമിയാണ് ഇന്ത്യ എന്നാണ് പുതിയ തിയറി. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി എന്താ? അത് നീതിക്ക് വേണ്ടിയുള്ളൊരു വ്യവസ്ഥയാണ്, നീതിക്ക് വേണ്ടി തുല്യതയാണ്. ജാതിയിൽ എവിടെ തുല്യത? നിങ്ങൾ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, അവർണനാണ് എന്ന് പറഞ്ഞിട്ട് വകതിരിക്കുക, സ്ത്രീയോട് വിവേചനം കാണിക്കുക. ഇതല്ലേ ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറയുന്നത്? സ്ത്രീയോട് വിവേചനം കാണിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇസ്ലാമിലുള്ളത്, എല്ലാ നിലയ്ക്കും ഏത് കാലത്തും. അപ്പോൾ മതങ്ങൾ പൊതുവെ അങ്ങനെയാണ്. ഏറിയ അളവിലോ കുറഞ്ഞ അളവിലോ ഒക്കെ സ്ത്രീവിരുദ്ധമാണ് എല്ലാ മതങ്ങളും. ഏറ്റവും അവസാനം ഉണ്ടായ മതമാണ് സിഖ് മതം. അതിലും കൂടി വന്നു സതി സമ്പ്രദായം. ആലോചിച്ച് നോക്കൂ, അവരുടെ 5ാമത്തെ ഗുരുവിൻ്റെ കാലത്ത് സതി ഏർപ്പാടാക്കി എന്നാണ് ഞാൻ വായിച്ചത്. സതി എന്നൊക്കെ പറഞ്ഞാൽ, സതിയുള്ള ഒരു നാട്ടിൽ ജനാധിപത്യം ഉണ്ടെന്ന് പറയാൻ എന്താ അർത്ഥം? നരബലിയുള്ള നാട്ടിൽ ജനാധിപത്യം ഉണ്ടായിരുന്ന എന്താ അർത്ഥം? നരബലി ഒരു ചടങ്ങായിട്ട് ചെയ്യാണ്, വേറൊരു മനുഷ്യരെ ബലി കൊടുക്കുക. അപ്പോൾ ഈ തരത്തിലുള്ള തമാശകളാണ് ഇവർ പറയുന്നത്. പരസ്പര വിരുദ്ധമാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ അവർ ആധുനിക കാലത്ത് മതം ഉപയോഗിച്ച് ഏകാധിപത്യം, പുരോഹിതാധിപത്യം നടത്തുന്നതിൻ്റെ ഏർപ്പാടാണ് ഈ 2 പ്രസ്ഥാനങ്ങളുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യ വിരുദ്ധമാണ്. പിന്നെ ഒരു കാര്യമുള്ളത് മതേതരത്വമാണ്. അതിനിവരെതിരാണ്. അവർക്കത് മനസ്സിലാവുകയില്ല. സെക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഐഹികം എന്ന വാക്കിൻ്റെ അർത്ഥം ലൗകികം, ഈ ലോകത്തെ സംബന്ധിച്ചത്. അപ്പോൾ ലൗകികമായ കാര്യങ്ങൾ, ഇത് ദൈവമതമൊന്നും ഇതിൽ വരേണ്ട കാര്യമില്ല. അതുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ രാഷ്ട്രം ഭരിക്കുന്ന ആളുകൾക്ക് അതിൽ കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. ഗാന്ധി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, എൻ്റെ രാഷ്ട്രം എൻ്റെ മതത്തെ പറ്റിയോ എൻ്റെ മതം എൻ്റെ രാഷ്ട്രത്തെ പറ്റിയോ യാതൊന്നും പറഞ്ഞു പോകരുത്, മതം എൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന്. ഇതാണ് മതേതരത്വത്തിൻ്റെ ഏറ്റവും നല്ല നിർവചനം. ഞാൻ ആവർത്തിക്കാം, എൻ്റെ രാഷ്ട്രം എൻ്റെ മതത്തെ പറ്റിയോ എൻ്റെ മതം എൻ്റെ രാഷ്ട്രത്തെ പറ്റിയോ ഒന്നും പറഞ്ഞു പോകരുത്, മതം എൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന്. അപ്പോൾ മൗദൂദിയും അസനുൽ ബന്നയും വിചാരിച്ചത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പാശ്ചാത്യർ കണ്ടുപിടിച്ച കപടസൂത്രമാണ് മതേതരത്വം എന്ന്. കാരണം അവർക്കുള്ളത് മതരാഷ്ട്രമാണ്, മതേതരമായി ആലോചിക്കാൻ പാടില്ല, എല്ലാം മതാധിഷ്ഠിതമാണ്, മതത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ കാണാൻ പാടുള്ളൂ. അതാണ് 2ാമത്തെ ആദർശം. 3ാമത്തെ ആദർശം ഇതിനേക്കാൾ തമാശയാണ്. ദേശീയതയ്ക്ക് അവരെതിരാണ്. എന്താ ദേശീയതയ്ക്കുള്ള പ്രശ്നം? അത് അള്ളാഹുവിൻ്റെ ഭൂമിയെ പലതായിട്ട് വെട്ടിമുറിച്ചു എന്നാണ്. അതായത് ഇന്ന മലയുടെ അപ്പുറം ഇന്ന രാജ്യം, ഇന്ന നദിയുടെ അക്കരെ വേറെ രാജ്യം, ഇന്ന കടലിൻ്റെ ഇങ്ങേ ഭാഗം ഇന്ന രാജ്യം എന്നൊക്കെ പറയുന്നത് ദൈവനിന്ദയാണ്. ദൈവം ഒരു ഭൂമി സൃഷ്ടിച്ചു, അവൻ്റെ നിയമം അവൻ കൊണ്ടുവന്നു. എന്താ? അത് ഖുർആനിലുണ്ട്. ഖുർആനാണ് ഭരണഘടന. അതാണ് മനുസ്മൃതിയാണ് ഭരണഘടന എന്ന് ഹിന്ദുത്വക്കാർ പറയുമ്പോൾ തന്നെയാണ് ഇസ്ലാമിസ്റ്റുകൾ ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇസ്ലാമിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഇസ്ലാമിസത്തെ പറ്റിയാണ്. എന്താ ഇസ്ലാമിസവും ഇസ്ലാമിൻ്റെ വ്യത്യാസം? ഇസ്ലാം വേറെ, അതെന്താണ്? അതൊരു മതമാണ്, ഒരു പാരമ്പര്യമാണ്, അതിൽ വിശ്വാസാദർശങ്ങളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, അങ്ങനെ ഒരു സംസ്കാരമുണ്ട്, പലതുമുണ്ട്. അതിൽ സാഹിത്യമുണ്ട്, തത്വചിന്തയുണ്ട്, കലയുണ്ട്, കവിതയുണ്ട്, കഥകളുണ്ട്, അങ്ങനെ പലതുമുണ്ട്. മറ്റേതല്ല. മറ്റത് ഇപ്പോൾ ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഹിന്ദു പാരമ്പര്യമാണ്. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അതല്ല. അതേമാതിരി ഇസ്ലാമിസവും രണ്ടാ. ഈ ഇസ്ലാമിസത്തെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. ആ വാക്കന്നെ തെറ്റാന്ന് ജമാഅത്തേർ പറയുന്നത്. എന്താണ്? പൊളിറ്റിക്കൽ അല്ലാതെ ഇസ്ലാം ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം തന്നെ പൊളിറ്റിക്സാണ്. അപ്പോൾ ഇതൊരു പ്രത്യയശാസ്ത്രമാണ്, ഐഡിയോളജിയാണ്. അതിൻ്റെ മെത്തഡോളജി, അതിൻ്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് മുഹമ്മദ് നബി കാണിച്ചു തന്നാണ്. അപ്പോൾ 7-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകാമെന്നാണ് ഇതിൻ്റെ അടിസ്ഥാന ആദർശം. ജനാധിപത്യം, മതേതരത്വം, ദേശീയത, ഈ 3 ആദർശങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ തരത്തിൽ
മതരാഷ്ട്രം, പാൻ ഇസ്ലാമിസം, ദൈവിക ജനാധിപത്യം എന്നുള്ള മനുഷ്യന് ആലോചിച്ചാൽ മനസ്സിലാവാത്ത, അതായത് പുരോഹിതന് ഭരിക്കാൻ അവസരം കൊടുക്കുക. അതിൻ്റെ നല്ല ഉദാഹരണം ഇറാനാണ്. വേറെ നമ്മൾ ഒരുപാട് വർത്തമാനമൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം ഈ സാധനമാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എങ്ങനെയാണ് RSSനോട് സമീകരിച്ച് പറയുക? RSS ഒരു ഭീകരവാദ സംഘടനയാണ്, അവർ ആയുധ പരിശീലനമുണ്ട്, അവർ ആയുധം എടുക്കുന്നുണ്ട്, ഞങ്ങളതൊന്നും ചെയ്യുന്നില്ല. കേട്ടാ സത്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമി ആയുധം എടുത്തതിൻ്റെ ഉദാഹരണമൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ആയുധ പരിശീലനം അവർ നടത്തുന്നില്ല, സത്യമാണ്. അതിന് ഇതിന് വേറൊരു വശമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിൽ ഇതൊക്കെ ചെയ്തിരുന്നല്ലോ. ഉദാഹരണം, 1953 പാകിസ്ഥാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര കലാപം ഉണ്ടാവുകയാണ്. എന്താണ് എൻ്റെ ലക്ഷ്യം? അവിടുത്തെ അഹമ്മദി മുസ്ലിങ്ങളെ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ കലാപം. അനവധി ആയിരം ആളുകൾ മരിച്ചു, കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നഷ്ടപ്പെടുന്നു, ഒരുപാട് ആളുകൾക്ക് അംഗഭംഗം വന്നു. അങ്ങനെ ഒരുപാട്. പഞ്ചാബിലെ സൈനിക കോടതി വിചാരണ ചെയ്യുന്നു. ആരെ? വിചാരണ ചെയ്യപ്പെട്ട ഒരാൾ അബുൽ അല മൗദൂദിയാണ്. കാരണം അവർ കണ്ടെത്തിയത് ഖാദിയാനി മസ്അല എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഒരു ലഘു ഗ്രന്ഥമുണ്ട്. ഖാദിയാനി എന്നാണ് അഹമ്മദികളെ അവർ വിളിക്കുന്നത്. കാരണം അവരുടെ പ്രവാചകൻ സ്ഥലം ഖാദിയാനാണ്, പഞ്ചാബിലാണ് ഖാദിയാൻ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്നാണ്. അവർ സ്വയം അഹമ്മദികൾ എന്ന് വിളിക്കും, മറ്റുള്ളവരുടെ കളിയാക്കി ഖാദിയാനികൾ വിളിക്കും. ഈ ലഘുലേഖയാണ് ഈ കലാപത്തിന് വിത്തിട്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഭീകരപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ അബുൽ അല മൗദൂദിയെ പഞ്ചാബിലെ സൈനിക കോടതി 1953 തൂക്കിക്കൊല്ലാൻ വിധിച്ചു. സൗദി അറേബ്യയുള്ള അടക്കമുള്ള നാടുകൾ ഇടപെട്ടിട്ട് അത് ജീവപര്യന്തമാക്കി മാറ്റി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 55 അദ്ദേഹത്തെ വിട്ടയച്ചു. സിയാവുല്ലക്കിൻ്റെ സൈനിക ഭരണകൂടം വന്നപ്പോൾ അത് മുഴുവൻ മതമൗലികവാദപരമായി മത നിയമങ്ങൾ കുത്തിച്ചെലുത്തുന്നതിൽ ജമാഅത്ത് ഇസ്ലാമി ഒരു പരിധിവരെ വിജയിച്ചു. അതിൽ പല കാര്യങ്ങളും മാറ്റാൻ വേണ്ടി പർവേസ് മുഷറഫ്, അദ്ദേഹം സൈനികനാണ്, അദ്ദേഹത്തെ ഒന്ന് ശ്രമിച്ചിട്ട് പറ്റിയില്ല. പാകിസ്ഥാനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണപരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അയ്യൂബ് ഖാനെ പോലുള്ള സൈനികന്മാർ ഭരണത്തിലിരുന്നപ്പോഴാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് സൈന്യം അവിടെ ഒരു പാർട്ടിമാതിരി പ്രവർത്തിക്കും പാകിസ്ഥാനിൽ. നമ്മൾ ഇവിടുത്തെ ഇന്ത്യയിലെ മാതിരിയല്ല. സൈന്യത്തിന് അവിടെ എപ്പോഴും ഒരു സേ ഉണ്ട്, അവരുടെ വാക്കിനൊരു വിലയുണ്ട്. അവിടെ സൈന്യത്തെ പേടിയാണ്. അതിലൊക്കെ അമേരിക്കയൊക്കെ ഉണ്ട്, ഇരിക്കട്ടെ. ഈ തരത്തിൽ അട്ടിമറിക്കുന്ന ആശയങ്ങളുടെ കൂട്ടത്തിൽ അവരായുധമെടുത്ത അനുഭവങ്ങളുണ്ട്. ഈജിപ്തിൽ വളരെ മുന്നോട്ട് പോയി ഇവർ. 1928 ഈജിപ്തിലെ ഇഖ്വാൻ മുസ്ലിം വരുന്നെങ്കിൽ 1941 മൗദൂദി തൻ്റെ സംഘടന ഉണ്ടാക്കുന്നത്. അദ്ദേഹം ചെയ്ത ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ പിന്തുടരുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ വളരെ കാഡർ പാർട്ടിയത്, വളരെ അച്ചടക്കമുള്ള. കാരണം നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിൽ മെമ്പർഷിപ്പ്, അതിനവർ പറയുക റുക്കിന് മെമ്പർ, അത് കിട്ടൂല. കുറേ കാലം നിങ്ങൾ മുത്തഫിക്കായിട്ട്, മുത്തഫിക്ക് എന്ന് പറഞ്ഞാൽ അനുഭാവിയായിട്ട് നടക്കണം. അവരുടെ സംഘടന മുത്തഫിക്ക് ഹൽക്കാന്ന് അതിന് പറയുക. പിന്നെ കാര്യങ്ങളൊക്കെ രഹസ്യമാണ്, കൃത്യമായിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായത്, അവർ ആയുധമെടുത്തതിൻ്റെ ഉദാഹരണം പലയിടത്തുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ആയുധമെടുത്തു. എപ്പോൾ? അവരുടെ വിമോചന സമരത്തിൻ്റെ കാലത്ത് ആയുധമെടുത്തു. അതിൽ പലരും പിന്നീട് ശിക്ഷിക്കപ്പെട്ട് തൂക്കിക്കൊല്ലപ്പെടുകയും ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ആയുധം എടുക്കാത്ത ആളുകളാണ് എന്ന് പറയേണ്ട. ഈജിപ്തിൽ അവർ പ്രധാനമന്ത്രിയെ കൊല്ലാൻ നക്രാശി പാഷ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട ആളാണ് ഹസനുൽ ബന്ന. അദ്ദേഹത്തിൻ്റെ പിന്നീട് വന്ന അനുയായികളെ ജമാൽ അബ്ദുൽ നാസർ, സയ്യിദ് കുത്തുബ്, മുഹമ്മദ് കുത്തുബ് തുടങ്ങിയുള്ള പിന്തുടർച്ചക്കാരായ വലിയ പണ്ഡിതന്മാർ, എഴുത്തുകാരായ ആളുകളെ ജമാൽ അബ്ദുൽ നാസർ തൂക്കിക്കൊന്നു. മൗദൂദി ജീവിച്ചിട്ടുള്ള കാലത്ത് അതിനെപ്പറ്റി ചർച്ച വന്നപ്പോൾ തൻ്റെ കസേരയിൽ നിന്ന് ചാടി എണീറ്റിട്ട് അതിൻ്റെ പിറകെ പോയി നിന്നിട്ട് കസേര അടിച്ചുകൊണ്ട് പറഞ്ഞു, ആ മുല്ലയ്ക്ക് വേണ്ടത് ഈ കസേരയാണ്. അയ്യൂബ് ഖാനൊക്കെ മനസ്സിലായി. കാരണം മൗദൂദി കൃത്യമായിട്ട് പറഞ്ഞാൽ മതചിന്തകനല്ല, രാഷ്ട്രീയ ചിന്തകനാണ്. മതം ഉപയോഗിച്ച് എങ്ങനെ അധികാരത്തിൽ വരാം എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എല്ലാം വ്യാഖ്യാനിക്കും. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ പറയാം, മുസ്ലിങ്ങൾ നിസ്കരിക്കും, അത് പട്ടാളച്ചിട്ട പരിശീലിപ്പിക്കാനാണെന്ന് അദ്ദേഹം പറയാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ മറ്റ് സംഘടനകൾ അവർക്കെന്താണ്? അവർക്ക് ഈ മതം നിലനിർത്തുക. അപ്പോൾ അവർക്ക് നിസ്കരിക്കണം, അവർക്ക് പള്ളി വേണം, അവർക്ക് നോമ്പ് വെൽക്കണം, അങ്ങനെ അവരുടെ കാര്യങ്ങൾ നടന്നു പോവാം. അപ്പം അവർ ഭരണത്തിൽ ആ തരത്തിൽ ഇടപെടുന്നില്ല. രാഷ്ട്രീയക്കാർ കുത്തിപ്പോക്ക് ഉണ്ടാക്കുന്നതല്ല തന്നെ, രാഷ്ട്രീയക്കാർ അവരെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരും ഓരോ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. മറ്റത് അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം
ജനാധിപത്യം എന്ന് പറയുന്നത് താകൂത്താണ്, പൈശാചിക വ്യവസ്ഥയാണെന്നാണ് മൗദൂദി പറഞ്ഞത്. 1977 വരെ ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമി വോട്ടെടുപ്പ് പങ്കെടുത്തില്ല. അവർ ആധുനിക മതേതര വിദ്യാഭ്യാസത്തിനെതിരാണ്, കോടതിക്കെതിരാണ്, സർക്കാർ ഉദ്യോഗങ്ങൾക്കെതിരാണ്, എല്ലാത്തിനെതിരാണ്. ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുക. എപ്പോഴും ഇതിനകത്ത് ജനാധിപത്യത്തിൻ്റെ മുഖ്യധാരയിൽ ലയിച്ചു പോവല്ല വേണ്ടത്, മാറി നിൽക്കുകയാണ് വേണ്ടതെന്നായിരുന്നു അവരുടെ തിയറി. 75 അവരെ നിരോധിച്ചു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത്. അവർ ജയിലിൽ കിടന്നു. പുറത്ത് വന്നപ്പോൾ എന്ത് തിരക്കില്ല, ഇന്ദിരയ്ക്കെതിരായിട്ട് വോട്ട് ചെയ്യുക. അങ്ങനെയാണ് അവർ അന്നൊക്കെ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുക. വോട്ട് അവർക്ക് ഹറാമുള്ളത് ഹലാലായി. അങ്ങനെ ഓരോ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിച്ചു. അത് അവരുടെ പാർട്ടിയല്ല എന്ന് അവർ പറയും. മാധ്യമം ഒരു പത്രം തുടങ്ങി, അത് അവരുടെ പത്രം അല്ല എന്ന് പറയും. മീഡിയ വൺ അവരുടെ ചാനൽ തുടങ്ങി, അത് അവരുടെ അല്ല എന്ന് പറയും. അങ്ങനെ കാരണം അവർക്ക് ഏറ്റവും അധികം ദൃശ്യതയുണ്ട്. മുസ്ലിം വിഭാഗങ്ങൾ ഏറ്റവും ദൃശ്യത ഉള്ള അവർക്ക്. എന്താ കാരണം? അവർക്ക് സ്വന്തമായി ചാനലുണ്ട്. പിന്നെ ബുദ്ധിജീവികളെ വിലക്ക് വാങ്ങാൻ അവർക്കറിയാം. അവർക്ക് എന്താ കൊടുക്കേണ്ടത്, അവരെങ്ങനെ പ്രീണിപ്പിക്കേണ്ടത്, അവരെങ്ങനെ പുകഴ്ത്തേണ്ടത്, അവർക്ക് സൗജന്യങ്ങളും സമ്മാനങ്ങളും കൊടുക്കേണ്ടത് എന്നൊക്കെ അവർക്ക് അറിയാം. ഹസനുൽ ബന്നയുടെ ആശയങ്ങളും പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ കൂടുതൽ സ്വാധീനിച്ചത് എവിടെയാണ്? ഈജിപ്ത്, ലിബിയ, ടുണീഷ്യ തുടങ്ങിയുള്ള അറബ് നാടുകളിലാണ്. മൗദൂദിയുടേത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, ശ്രീലങ്ക തുടങ്ങിയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലാണ്. അതാണ് വ്യത്യാസമുള്ളത്. പദാവലിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കാര്യം ഒന്ന് തന്നെയാണ്. വീണ്ടും നമ്മൾ ആലോചിക്കേണ്ടത്, കേരളത്തിൽ ഇവർ ഒരിക്കലും ആയുധം എടുത്തിട്ടില്ല. ശരിയല്ലേ? ശരിയാണ്. പക്ഷേ നമ്മൾ മറന്നു പോകാത്തൊരു കാര്യമുണ്ട്. സിമി എന്ന് പറഞ്ഞ് 1977 എൻ്റെ ഓർമ്മ, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാക്കും. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് അത് രൂപം കൊണ്ടത്. അത് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കുന്നൊരു വിദ്യാർത്ഥി സംഘടനയാണ്. 1979 ഇറാനിൽ ഇസ്ലാമിക് വിപ്ലവം, ഇസ്ലാമിക് റവല്യൂഷൻ വിജയിച്ചപ്പോൾ ഇവിടെയും ഇസ്ലാമിക് റവല്യൂഷൻ തുടങ്ങാൻ സമയമായി എന്ന് സിമി പറഞ്ഞു. അപ്പോഴാണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത് അത് തീവ്രവാദമാണ്, ഇവിടെ അതിന് സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വഴി പിരിഞ്ഞു. 1980 കേരളം മുഴുവൻ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് ചുമര എഴുതിയത്, അത്തരം പ്രചാരവേല നടത്തിയ ആരാണ്? സിമിക്കാര. ഇറാൻ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പുസ്തകങ്ങൾ ഒരാൾ അലി ശരിയത്ത് എന്നൊരു താത്വിക ആചാര്യനുണ്ട് ഇറാനിൽ. അദ്ദേഹം വിപ്ലവത്തിൻ്റെയൊക്കെ മുമ്പ് തന്നെ അദ്ദേഹത്തെ ലണ്ടനിൽ വെച്ചിട്ട് ഷായുടെ ചാരപ്പോലീസ് സവാക്ക് കൊന്നുകളഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മലയാളത്തിൽ വരുന്നു. എന്താ പുസ്തകം? ഒന്ന് മതത്തിനെതിരെ, ഇതുപോലെ ഹജ്ജ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം, അതിൽ രക്തസാക്ഷ്യം എന്നുള്ള പുസ്തകം, അതൊക്കെ മലയാളത്തിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വരുന്നു, ആയത്തുള്ള ഖൊമേനിയുടെ ജീവചരിത്രം വരുന്നു. അപ്പോൾ ഇറാൻ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് വരികയാണ്. ജമാഅത്ത് ഇസ്ലാമി അവരായിട്ട് പിന്നെ ജമാഅത്ത് ഇസ്ലാമി സ്വന്തമായിട്ട് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ SIO എന്നൊരു സാധനം ഉണ്ടാക്കി സിമിയെ തള്ളിപ്പറഞ്ഞു. പിന്നെ സിമി പിൽക്കാലത്ത് നിരോധിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് 92 ബാബരി പള്ളി ഹിന്ദു രാഷ്ട്രവാദികൾ പൊളിച്ചപ്പോൾ ഇവർ വളരെ സജീവമായി. മറ്റേ അണ്ടർഗ്രൗണ്ടിൽ വർക്കില്ല. അങ്ങനെയാണ് കോഴിക്കോട്, മലപ്പുറം, വയനാട് തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ NDF, അതിന് 2 വിപണനുണ്ട്. ഒന്ന് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നും പിന്നെ നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്നും. അവരകത്ത് പറയുമ്പോൾ നാഷണൽ ഡിഫൻസ് ഫോഴ്സാണ്, പുറത്ത് പറയുമ്പോൾ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്. പിന്നെ വേറെ ഒരു വിപണനം ഞാൻ കേട്ടിട്ടുണ്ട്, നാദാപുരം ഡിഫൻസ് ഫോഴ്സ്. നാദാപുരത്ത് കലാപുണ്ടായിരുന്നു 93. അതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതിൻ്റെ തന്നെ രാഷ്ട്രീയ രൂപമാണ് SDPI. ഈ SDPI, പോപ്പുലർ ഫ്രണ്ട്, NDF ആയുധം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് മൗദൂദിയാണ്. അവർ മൗദൂദിസ്റ്റുകളാണ്. അതായത് CPM-ഉം CPI-യും നക്സൽബാരിയും ഒക്കെ കമ്മ്യൂണിസ്റ്റാണല്ലോ. എന്നാൽ ഇവരൊക്കെ മൗദൂദിസ്റ്റാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ തരത്തിൽ ആയുധമെടുത്ത മൗദൂദിസ്റ്റുകൾ ആരാന്ന് ചോദിച്ചാൽ ഈ സിമി, പോപ്പുലർ ഫ്രണ്ട്, SDPI. അതിന് ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മറന്നുമില്ലാത്ത ഒന്നാണ്, മഹാരാജ് കോളേജിൽ രാത്രി 2:30 മണിക്ക് അഭിമന്യു എന്ന് പറയുന്ന SFI നേതാവിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികൾ SDPI-ക്കാരാണ്. പിന്നെ അങ്ങനെ എത്രയെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരായിട്ടും RS-കാരായിട്ടും ഒക്കെ അവർ കലാപുണ്ടാക്കിയ കഥകളുണ്ട്. അപ്പോൾ ആയുധം എടുത്തിട്ടില്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ, ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള പേരിൽ പ്രവർത്തിക്കുന്ന മൗദൂദിസ്റ്റുകൾ ആയുധം എടുത്തിട്ടില്ല കേരളത്തിൽ. നേരെ മറിച്ച് മറ്റു പേരിൽ പ്രവർത്തിക്കുന്ന മൗദൂദിസ്റ്റുകൾ ആയുധം എടുത്തിട്ടുണ്ട്. അവരായുധം ബംഗ്ലാദേശിൽ എടുത്തിട്ടുണ്ട്, മ്യാൻമറിൽ എടുത്തിട്ടുണ്ട്, പാകിസ്ഥാനിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊരു ആഗോള പ്രസ്ഥാനമാണ്, ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യയിൽ മാത്രമല്ല. അപ്പോൾ നമ്മൾ കരുതിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനാധിപത്യത്തിലോ മതേതരത്വത്തിലോ
ദേശീയതയിലോ വിശ്വാസമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയിട്ട് മറ്റുള്ളവരൊരു പണിയെടുക്കാൻ പാടില്ല. കേരളത്തിൽ LDFും UDFും മാറി മാറി അവരുടെ പിന്തുണ നേടിയിട്ടുണ്ട്. അവർക്ക് സ്വീകാര്യത, ലെജിറ്റിമസി, സാമൂഹ്യമായ അംഗീകാരം, സാമൂഹിക മാന്യത നേടിക്കൊടുക്കുന്നതിൽ ഇവിടുത്തെ LDFും UDFും ഒരുപോലെ പണിയെടുത്തിട്ടുണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അധികാരം കിട്ടാനോ അധികാരം ഇല്ലാതാക്കാനോ ഒക്കെ പറ്റുന്ന മട്ടിൽ അവർക്ക് വോട്ടുണ്ട്. അപ്പോൾ അവർക്ക് എത്ര മെമ്പർമാരുണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് രഹസ്യമാണ്, നമുക്കറിയാൻ പറ്റില്ല. RSSൻ്റെ നേതാക്കന്മാരെ നമുക്ക് അറിയില്ല, അവർക്ക് മാധ്യമങ്ങളുടെ പിന്തുണ ആവശ്യമില്ല RSSന്. അപ്പോൾ ഇപ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇവർ എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. അവർ ഭാവിക്കുന്നൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. പക്ഷെ അവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം മുക്കം മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ അവർ LDFൻ്റെ പിന്തുണയോടുകൂടി നിന്നപ്പോൾ അവർക്ക് ആദ്യം ഒരു മെമ്പർ ഉണ്ടായിരുന്നു, പിന്നെ 2 മെമ്പറെ. അന്ന് മുക്കം പഞ്ചായത്താണ്. ഇപ്പോൾ LDFനോട് അവർ പിരിഞ്ഞു, UDFനോട് അവർ നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ, സംസാരിച്ചപ്പോൾ അവർക്ക് കാര്യങ്ങൾ സമ്മതമായില്ല. അവരൊറ്റയ്ക്ക് മത്സരിച്ചു വെൽഫെയർ പാർട്ടി മുക്കം മുനിസിപ്പാലിറ്റിയിൽ. അവിടെ 4 മെമ്പർമാരുണ്ട്, അവർ വളരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം മാറി മാറി LDFും UDFും ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുമ്പോൾ അവർ LDFൻ്റെ കൂടെ ഉള്ളപ്പോൾ അത് വർഗീയമല്ല, ആർക്ക് LDFന്. UDFൻ്റെ കൂടെ ഉള്ളപ്പോൾ UDFന് ഇത് വർഗീയമല്ല. ഇങ്ങനെ ഇത് ആളുകൾ കാണുന്നുണ്ടല്ലോ, ഇവരിങ്ങനെ മാറി മാറി അഭിപ്രായം മാറുന്നത്. അടിസ്ഥാനപരമായി പറയുന്നൊരു കാര്യം, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരമാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും ഒക്കെ ജനാധിപത്യ വിശ്വാസങ്ങളെ കൂട്ടി ചെയ്യാൻ പാടുള്ളൂ. ഒരു എതിരുദാഹരണം ഞാൻ പറയാം. ജയപ്രകാശ് നാരായൺ ചെറിയ ആളല്ല, സോഷ്യൽ പാർട്ടി നേതാവ്, പല അർത്ഥത്തിലും ഗാന്ധിയൻ എന്ന് വിളിക്കാവുന്ന വലിയ നേതാവ്. അദ്ദേഹം അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സമരം ചെയ്യുമ്പോൾ ഇവരെ കൂടെ കൂട്ടി. അന്ന് BJPയുടെ പൂർവ്വരൂപമായ ജനസംഘമാണ് കൂടെയുള്ളത്. 77 ജയപ്രകാശ് നാരായണൻ ജനതാ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ആരൊക്കെയുണ്ട്? കോൺഗ്രസ്സിലൊരു വിഭാഗം, സിൻഡിക്കേറ്റ് കോൺഗ്രസ് പിരിഞ്ഞു പോയൊരു പാർട്ടി കോൺഗ്രസ് ഫോർ ഡെമോക്രസി, പിന്നെ പല സോഷ്യലിസ്റ്റ് പാർട്ടികളും, പിന്നെ ജനസംഘവും. അന്ന് പലരും പറഞ്ഞാണിത്, JP അത് കേട്ടില്ല. അങ്ങനെയാണ് ആദ്യമായിട്ട് 77 മൊറാർജി മന്ത്രിസഭയിൽ BJPക്കാർ അധികാരത്തിൽ വരുന്നത്. അന്ന് ആരാ വന്നത്? അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹം വിദേശകാര്യ മന്ത്രിയായിരുന്നു. ലാൽ കൃഷ്ണ അദ്വാനി, അദ്ദേഹം വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് ഒരു സ്വീകാര്യത, അധികാരം ഒക്കെ കിട്ടുന്നത്. അതിൻ്റെ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, വാജ്പേയിയാണ് ആദ്യമായിട്ട് ഇസ്രായേലിലേക്ക് പോകുന്ന ഇന്ത്യയിലെ ഒരു വിദേശകാര്യ മന്ത്രി. പലരും പോയിട്ടില്ല. അവരുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് അങ്ങനെയാണ്. അനവധി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ജനാധിപത്യത്തിൽ എന്ത് ചെയ്താലും മതരാഷ്ട്രവാദികളെ, അത് ഇസ്ലാമിൻ്റെ പേരിലാണെങ്കിലും ഹിന്ദുവിൻ്റെ പേരിലാണെങ്കിലും യഹൂദൻ്റെ പേരിലാണെങ്കിലും സിഖ് മതത്തിൻ്റെ പേരിലാണെങ്കിലും, ഇപ്പോൾ ഖലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് എന്താണ്? മതമൗലികവാദമാണ്, മതരാഷ്ട്രവാദമാണ്. സയണിസം എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഉണ്ടാക്കുന്ന സയണിസം യഹൂദ മതരാഷ്ട്രവാദമാണ്. അതുപോലെ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുരാഷ്ട്രവാദമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്, ഇഖ്വാനുൽ മുസ്ലിം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇസ്ലാമിക രാഷ്ട്രവാദമാണ്. ടുണീഷ്യയിൽ ആരംഭിച്ച മുല്ലപ്പൂ വിപ്ലവം, അത് ഇല്ലാതാക്കിയ ആരാണ്? ഇവരാണ്. പ്രധാനമായിട്ടും അത് ഇഖ്വാനുൽ മുസ്ലിമിൻ്റെ ആളുകളാണ്. പിന്നീട് ഈജിപ്തിൽ അന്നിപ്പോൾ സൈനുലാബ്ദീൻ ഇബ്നു അലിയുടെ 23 കൊല്ലത്തെ ഭരണം അവസാനിച്ചു. 32 കൊല്ലത്തെ ഹുസ്നി മുബാറക്കിൻ്റെ ഭരണം അവസാനിച്ചു. 42 കൊല്ലത്തെ ഭരണം ലിബിയയിൽ മുഅമ്മർ ഗദ്ദാഫിയുടെ അവസാനിച്ചു. അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു. ഇത്രയൊക്കെ വലിയ ജനമുന്നേറ്റം, അറബ് വസന്തം എന്നൊക്കെ ചരിത്രം വിളിക്കുന്ന സാധനം, അത് മുഴുവൻ ഇവർ മതപുരോഹിതന്മാർ കൃത്യമായിട്ട് പറഞ്ഞാൽ തട്ടിയെടുത്തു, ഹൈജാക്ക് ചെയ്തു എന്ന് പറയും. പിന്നെ അധികാരത്തിൽ വരുന്ന മുർസി ഒരു ഇഖ്വാനുൽ മുസ്ലിമിൻ്റെ ആളാണ്. ടുണീഷ്യയിൽ അധികാരത്തിൽ നിന്ന് ഗനൂഷി ഇഖ്വാനുൽ മുസ്ലിമിൻ്റെ ആളാണ്. കണ്ടോ, ജനാധിപത്യത്തിനെതിരായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ പേരിൽ ജനാധിപത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനും ജനങ്ങളെ അണിനിർത്താനും സാധിക്കും എന്നുള്ളതിൻ്റെ 20-ാം നൂറ്റാണ്ടിലെ 21-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇഖ്വാനുൽ മുസ്ലിമൂനും ജമാഅത്തെ ഇസ്ലാമിയും. അതുകൊണ്ട് ഇവിടുത്തെ ഏത് പാർട്ടിയാണെങ്കിലും നിങ്ങൾ എങ്ങനെയാണോ സംഘപരിവാറിനെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, ഹിന്ദു രാഷ്ട്രവാദത്തെ അകറ്റി നിർത്തുന്നത്, അതേമാതിരി ഇസ്ലാമിസത്തെ, ഇസ്ലാമിക രാഷ്ട്രവാദത്തെ, മതരാഷ്ട്രവാദത്തെ മുസ്ലിങ്ങളുടേതാണെങ്കിലും സിഖുകാരൻ്റേതാണെങ്കിലും മാറ്റി നിർത്തണം എന്നുള്ളതാണ് ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക്, ഒരു മതേതരവാദി എന്നുള്ള നിലയ്ക്ക്, ഒരു ദേശീയവാദി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.